കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്ന് LDF കൺവീനർ EP ജയരാജൻ. സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമത്തിൽ ജനാധിപത്യവാദികൾ ശക്തമായി അപലപിക്കണമെന്നും EP ജയരാജൻ. CRPFനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി, കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേയറ്റം അപലനീയമാണ്, അതിക്രമമാണിത്. എല്ലാ ജനാധിപത്യവാദികളും ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. MJ പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, നമ്മുടെ ഈ CRPFനെ ഈ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചത് ഒരു സർക്കാരിൻ്റെ അവകാശങ്ങളിലേക്കൊരു കടന്നുകയറ്റമായി സംസ്ഥാന സർക്കാർ കാണുന്നുണ്ടോ? തീർച്ചയായും SKN, കാരണം EP ജയരാജന്റെ പ്രതികരണങ്ങളിൽ നിന്നടക്കം അത് വ്യക്തമാണ്. കാരണം രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ കേന്ദ്രസേനയ്ക്ക് കൈമാറിയ നടപടിയെ സർക്കാരും CPM-ഉം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ് ഗവർണർ, അതീവ സുരക്ഷ ഉള്ള വ്യക്തി കൂടിയാണ്. പക്ഷേ ഈ CRPFന്റെ ഒരു സുരക്ഷ ഗവർണർക്ക് കൈമാറുന്നതിലൂടെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ സംസ്ഥാനത്തിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് EP ജയരാജൻ അടക്കം പറയുന്നത്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് നടന്നിട്ടുള്ളതെന്നും സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും ഈ പറയുന്നത്. മാത്രമല്ല, ഒരു ഫോൺ കോളിലൂടെ കേന്ദ്രസേനയെ സുരക്ഷ ഏൽപ്പിക്കുന്ന നടപടി പോലും കേട്ടുകേൾവിയില്ലാത്തതാണ്. അത്തരത്തിലൊരു രീതിയിലേക്ക് സംസ്ഥാനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഗവർണറുടെ ഒരു നടപടി നിലപാടുകൾ പോകുന്നു എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് നിലവിൽ ഈ LDF കൺവീനർ EP ജയരാജൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഇടപെടൽ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണോ ഈ കേന്ദ്രസേനയെ ഏൽപ്പിക്കുന്നതെന്ന് പ്രധാനമായും CPM സംശയിക്കുന്നുണ്ട്. കാരണം ചീഫ് സെക്രട്ടറിയോട് അടക്കം നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഒരു സാഹചര്യം ഈ ഓരോ മാസങ്ങളിലും കേന്ദ്രത്തെ ഗവർണർ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലൊരു സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ഒരു കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഇനി ഗവർണർ കൈമാറുക. പക്ഷേ ഇത്തരത്തിൽ ഗവർണറുടെ നടപടിയെ പൂർണ്ണമായും പ്രതിരോധിക്കാനാണ് സർക്കാരിൻ്റെയും CPM-ൻ്റെയും തീരുമാനം. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കി വായിച്ച സമയത്ത് പോലും ഗവർണറോടൊരു മൃദു സമീപനം കാണിച്ചിരുന്നു CPM-ഉം മന്ത്രിമാരും അടക്കം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഗവർണറുടെ നടപടിക്ക് പിന്നാലെ അതിരൂക്ഷമായ വിമർശനമാണ് ഗവർണർക്കെതിരെ മുതിർന്ന CPM നേതാക്കളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നടപടികൾ ഉണ്ടായാലും അത് മുഖവിലക്കെടുക്കാതെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു കടന്നാക്രമണം തിരിച്ച് നടത്തുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് CPM സ്വീകരിക്കുന്നത്. ഇന്ന് കേന്ദ്ര കമ്മിറ്റി CPM പോളിറ്റ് ബ്യൂറോ അടക്കം നടക്കുന്ന ദിവസം കൂടിയാണ്. ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ ഒരു സാഹചര്യം, കേന്ദ്രത്തിൻ്റെ നടപടികൾ, കേന്ദ്ര നയം, സംസ്ഥാനത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ, സംസ്ഥാനത്തെ പ്രതിസന്ധി അടക്കം ചർച്ച ചെയ്യുകയും ചെയ്യും. SKN. MJ പ്രതീഷ്.